അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവരും ജൂലൈ 20 മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ക്ഷേമനിധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുവാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുകയാണ്. ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുവാനും അതിന്റെ ഫണ്ട് ലഭ്യമാക്കുന്നതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ കൈക്കൊള്ളും. വികസനത്തെക്കാൾ കൂടുതൽ ക്ഷേമ പെൻഷനുകളും വിവിധ വകുപ്പുകളുടെ കുടിശ്ശിക നിവാരണത്തിനുമാണ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവും ആയിട്ടാണ് സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നത്. അത്രയും നീണ്ടുപോകുന്നതിനാൽ അവ ലഭിക്കുന്നതിനും വരും മാസങ്ങളിലെ പെൻഷനുകളും എല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2024 വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ആരും മറന്നു പോകരുത്. തുടക്കത്തിൽ ഉണ്ടായ സെർവർ പ്രശ്നങ്ങളും നെറ്റ്വർക്കുകളും ഒക്കെ പരിഹരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചു വരികയാണ്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചവരും പെൻഷൻ അനുവദിച്ചവരുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരും ആധാർ കാർഡുമായി അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് ഉപകരണങ്ങളിൽ കൈവിരൽ അമർത്തിയോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വയ്യായ്മ ഉള്ള ആളുകൾക്ക് അക്ഷയയിൽ അറിയിച്ചാൽ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും. ഓഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ഇങ്ങനെ നടക്കുന്നത്. ഓഗസ്റ്റ് 24 വരെയാണ് തുടർന്നുള്ള മാസങ്ങളിലെ വിതരണം ചെയ്യുന്ന പെൻഷനുകൾ. ജൂലൈ മാസം പകുതിയോടെ നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്തെ കുടിശ്ശികയായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് മാർഗരേഖ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. 5 മാസത്തെ കുടിശ്ശിക പെൻഷൻ ലഭിക്കുവാനുള്ള തുക 8000 രൂപയിൽ 2 മാസത്തെ തുകയായ 3200 രൂപ ഈ സാമ്പത്തിക വർഷം, അതായത് 2025 മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ലഭിക്കും. അതിൽ പതിവ് പോലെ ഓണം വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ആയിരിക്കും. ആയതിനാൽ തന്നെ ഓണത്തിന് 3200 രൂപ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എല്ലാവർക്കും ലഭ്യമാകും. ഇതുകൂടാതെ മറ്റുള്ള മാസത്തെ പെൻഷൻ കൂടി ചേർത്ത് ബാക്കി 3 മാസത്തെ പെൻഷൻ തുകയായ 4800 രൂപ അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2025 ഏപ്രിൽ മുതൽ 26 വരെ മാർച്ച് വരെയുള്ള മാസങ്ങളിലായിട്ടാണ് ലഭിക്കുക. ഇനി വരുന്ന എല്ലാ മാസവും കൃത്യമായി തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്.